നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവം. വിവാഹം കഴിക്കുക, ആ വിവാഹത്തിൽ കുട്ടികൾ ഉണ്ടാകുക, അത് വെച്ച് വിലപേശുക. അങ്ങനെ ഏകദേശം 3 കോടിയോളം രൂപ തട്ടിയെടുത്ത നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള യുവതിയുടെ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളത്. ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിൽ യുവതിക്ക് ജാമ്യം. തന്റെ കുട്ടി വ്യവസായിയുടേതാണെന്ന വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതി. ഇതോടെയാണ് അവർക്ക് ജാമ്യം നൽകിയത്. 2022 വ്യവസായിയും യുവതിയും പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും. തെലങ്കാന സ്വദേശിയായ വ്യവസായി വിജയകുമാറിന് തിരുവനന്തപുരത്ത് സ്ഥാപനമുണ്ട്. മുഖ്യ ഓഫീസ് കൊച്ചിയിലാണ്. റോഷിനി അവിടുത്തെ ജീവനക്കാരിയാണ്. പ്രതി റോഷിനിയും പരാതിക്കാരനായ വ്യവസായി വിജയകുമാറും ജർമ്മൻ ഭാഷ പഠിക്കുന്ന സ്ഥാപനത്തിലെ മുതലാളിയും ജീവനക്കാരിയുമാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2 വിവാഹങ്ങൾ കഴിച്ച റോഷിനി വിവാഹമോചിതയാണ്. ഇതിനിടെ 3ാമതും വിവാഹം കഴിച്ചു. അയാൾക്കെതിരെ തൃക്കാക്കര പോലീസിൽ പീഡന പരാതിയും നൽകിയിട്ടുണ്ട്. പിന്നീടാണ് വിജയകുമാറുമായി ബന്ധമുണ്ടാകുന്നത്. വ്യവസായിയായ വിജയകുമാറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട പ്രതി റോഷിനി തനിക്ക് ജനിച്ച ആൺകുഞ്ഞ് വ്യവസായിയുടേതാണെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയെന്നാണ് കേസ്. 5 കോടിയോളം രൂപയും ഫ്ളാറ്റും 45 പവൻ സ്വർണവുമാണ് വ്യവസായിയെ ഭീഷണിപ്പെടുത്തി യുവതി കൈക്കലാക്കിയത്. 2023 ജൂൺ 6-നാണ് 1ാം പ്രതി ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നത്. അന്ന് മുതൽ പണം തട്ടാൻ തുടങ്ങിയെന്നാണ് പരാതി. ഇയാൾ ഡയറക്ടറായ കമ്പനിയുടെ വാർഷിക ലാഭത്തിന്റെ 50% 1ാം പ്രതിയായ യുവതി സ്വന്തം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് പലതവണയായി 1,80,00,000 രൂപ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്തു. 1,20,00,000 രൂപയ്ക്ക് തൃപ്പൂണിത്തുറയിൽ ഒരു ഫ്ളാറ്റ് 1ാം പ്രതിയായ യുവതി സ്വന്തം പേരിൽ വാങ്ങിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു. 2024 ജൂൺ മാസം 1,30,00,000 രൂപയ്ക്ക് തിരുവനന്തപുരം മലയൻകീഴ് വില്ലേജിൽ 20 സെന്റ് സ്ഥലവും വാങ്ങിപ്പിച്ചു. തിരുവനന്തപുരം, കൊച്ചി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഉദ്ദേശം 45 പവനോളം സ്വർണ്ണാഭരണങ്ങൾ യുവ വ്യവസായിയെ കൊണ്ട് വാങ്ങിപ്പിച്ചു. തുടർന്ന് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴാണ് പരാതിയുമായി വഞ്ചൂർ പോലീസിനെ സമീപിച്ചത്. പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് യുവതിക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ചൂഷണ പരിധി വിടുകയും യുവ വ്യവസായിയുടെ ഭാര്യ യുവതി ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതും ഇതെല്ലാം കണക്കിലെടുത്താണ് പോലീസിൽ യുവാവ് പരാതി നൽകിയത്. ഹണി ട്രാപ്പ് തട്ടിപ്പിൽ കുടുങ്ങി 3 വർഷത്തിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്. റോഷിനി 1ാം പ്രതിയാണ്. റോഷിനിയുടെ സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ, ജിബിൻ, അഭിഷേക് എന്നിവർക്കായി വഞ്ചൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന തേൻകെണി 1.5 തേൻകെണിയാണ്. ഈ റോഷിനി ഒരുക്കുന്ന തേൻകെണിയിൽ വീണാൽ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് തന്നെയാണ് പലരും പറയുന്നത്. പ്രലോഭനങ്ങളിൽ വീഴ്ത്തി വ്യവസായിയെ തേൻകെണിയിൽ കുടുക്കി 5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ ഇവരും ഇവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെ 4 അംഗ സംഘത്തിനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തത്. തെലങ്കാന സ്വദേശിയായ വ്യവസായി വിജയകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നെയ്യാറ്റിൻകര സ്വദേശിയെയും ഒപ്പം അതുപോലെ തന്നെ 3 സുഹൃത്തുക്കളെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെയ്യാറ്റിൻകര അരുവിപ്പുറം സ്വദേശിനി റോഷിനി സുരേഷാണ് കേസിലെ 1ാം പ്രതി. ഇവരുടെ സുഹൃത്തുക്കളായ ജിബിൻ, ഉണ്ണിമോൾ, ജിബിൻ, അഭിഷേക് എന്നിവരാണ് മറ്റ് പ്രതികൾ. പരാതിക്കാരനായ വിജയകുമാറിനെ കെണിയിൽ വീഴ്ത്തിയ സംഘം ഭീഷണിപ്പെടുത്തി കോടികൾ തന്നെയാണ് തട്ടിയെടുത്തത് എന്ന് വ്യക്തമാകുന്നുണ്ട്. കൂടുതൽ പണം നൽകിയില്ലെങ്കിൽ വ്യവസായിയുടെ ഭാര്യയെയും മകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. കൂടാതെ ഭാര്യയെ അന്തർ സംസ്ഥാന സെക്സ് റാക്കറ്റിന് വിൽക്കുമെന്നും പ്രതികൾ ഭയപ്പെടുത്തിയതായി വിജയകുമാറിന്റെ പരാതിയിലുണ്ട്. തുടർച്ചയായ ഭീഷണികൾക്കൊടുവിലാണ് സഹികെട്ട് വ്യവസായി വഞ്ചൂർ പോലീസിനെ സമീപിക്കാൻ തയ്യാറായത്. പരാതി ലഭിച്ചതിന് പിന്നാലെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. യുവ വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കിയ സംഭവത്തിലാണ് യുവതിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റോഷിനിയുടെ പിറകെ പോവുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വ്യവസായി മാത്രമല്ല, അനവധി വ്യവസായികളെ സമാനമായ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.